നീ അവിവേകം ഒന്നും കാണിക്കരുത്, നീ ഒരു അബദ്ധം ചെയ്യരുത്, നീ ഇങ്ങോട്ട് വാ. ഇല്ല സച്ചേട്ടാ, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്ന, ഒരു കള്ളൻ എന്നുള്ള പേര് വന്നില്ലേ. ശരത്തെ നിന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. നിന്റെ സച്ചേട്ടൻ ഉണ്ടടാ നിന്റെ കൂടെ, നിന്നെ എല്ലാത്തുനിന്നും സച്ചേട്ടൻ രക്ഷിക്കൂടാ. ആരും കാണാതെ സച്ചേട്ടൻ ഒളിപ്പിക്കാടാ നിന്നെ. നിന്നെ ഒരു പോലീസിനും സച്ചേട്ടൻ വിട്ടുകൊടുക്കില്ല, നിന്റെ എല്ലാ പ്രശ്നങ്ങളും സച്ചേട്ടൻ തീർത്തു തരാടാ. ഇങ്ങോട്ട് വാടാ ശരത്തെ, നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടാ. ഇങ്ങോട്ട് വാ. നീ അബദ്ധം ഒന്നും കാണിക്കില്ല ശരത്തെ, നീ അങ്ങോട്ട് ചാടരുത്. നീ ചാടിയാലും നീ മരിക്കാനുള്ള അത്ര ആഴമൊന്നും അവിടെ ഇല്ല. നീ ഇനി അഥവാ ചാടിയാലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നാണക്കേട് കൂടി നീ ജീവിക്കേണ്ടി വരും ശരത്തെ. ഇങ്ങോട്ട് വാ. കൂട്ടുകാരി, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥയാണ്. ശരത്ത് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ശരത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ശരത്തിനെ മാത്രമല്ല രേവതിയുടെ അമ്മേനെ, അനിയത്തിനെ, എല്ലാവരെയും ആ കുടുംബത്തിന് ഒരു രക്ഷകനായിട്ട്, ഒരു ദൈവദൂതനായിട്ട് ആ കുടുംബത്തിന് ചേർത്ത് പിടിക്കുകയാണ് സച്ചിയുടെ മനസ്സിലെ നന്മയാണ് നമ്മളിന്ന് തിരിച്ചറിയുന്നത്. സച്ചി അവരേനെ ആർക്കും വിട്ടുകൊടുക്കാതെ, സച്ചി ഒരു കാവലാളെ പോലെ, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ആ കുടുംബത്തെ ചേർത്ത് തൻ്റെ ചുമലിലോട് ചേർത്ത് നിർത്തുന്ന ഭാഗമാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിയോട് സച്ചി പറയുന്നുണ്ട് രേവതിനെ കൂട്ടിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അവളെ ഈ പടി ഞാൻ ചവിട്ടിക്കില്ല പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ താലി കെട്ടി എൻ്റെ ഭാര്യയാണ് രേവതി എന്നുണ്ടെങ്കിൽ രേവതി എൻ്റെ ഒപ്പം ഇവിടെ താമസിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി അതിന് സമ്മതിക്കില്ല. നീ കൂട്ടിയിട്ട് വാ, എനിക്ക് ജമ്മുണ്ടെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും മോനും കൂടിയിട്ട് ഒന്ന് രണ്ടും പറഞ്ഞിട്ടാണ് സച്ചി രേവതിനെ കൂട്ടാൻ പോകുന്നത്. അങ്ങനെ അപ്പോൾ അവൻ പോയി കഴിയുമ്പോൾ ശ്രുതി വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇനി ഒരു കൂട്ടൊക്കെ നടക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ശ്രുതി അതിനേക്കാട്ടിലും ക്രൂരമായൊരു മന്ദസ്മിതത്തോടു കൂടി നിൽക്കണ തനി ഫ്രോഡായിട്ടുള്ള ശ്രുതി. അങ്ങനെ സച്ചി പോവാണ് രേവതിയുടെ വീട്ടിലേക്ക്. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇരുന്നിട്ട് ശരത്തിന്റെ വീഡിയോ കാണുകയാണ്. ഇവൻ ആള് കൊള്ളാലോ, ഇത്ര ചെറുപ്പാണ് ഈ ചക്കൻ കാശൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങിയല്ലോ, പക്ഷെ ഇതിനെപ്പറ്റി ആരും പരാതിയൊന്നും തന്നില്ലല്ലോ, പക്ഷെ ഇത് CCTV ഷൂട്ടേജ് ആണ്, പക്ഷെ ഇത് കുറെ കാലമായല്ലോ നടന്നിട്ട്, പിന്നെന്താ നമ്മളൊന്നും അറിയാഞ്ഞ, ഇതിനെപ്പറ്റി ആരും നമുക്ക് പരാതിയൊന്നും തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും പറയാണ് ചിലപ്പോൾ അവനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആ ഉപ്പെടുത്ത് പുറത്തിട്ടുണ്ടാവും. അതിന്റെ കമന്റ്സ് ഒക്കെ നോക്കിയാൽ ഒക്കെ നമുക്കെതിരെയുള്ള കമന്റ്സുകളെ പോലീസുകാർ എന്തിനാ ഇരിക്കണം എന്നൊക്കെയാണ് കമന്റ്സ് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് SI കയറി വരാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടോ, ഒരു വൈറലായിട്ടുള്ള വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഉവ്വ് സാർ ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി പറയാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ആ വീഡിയോ പറ്റിയിട്ട് ഒരു ചർച്ച ഉണ്ടായില്ലല്ലോ, ഇപ്പം എന്താ അത് വരാൻ കാരണം ചോദിക്കുകയാണ്. അപ്പോൾ അറിയില്ല സാർ, എന്താണെന്നറിയില്ല, ചിലപ്പോൾ ആ പയ്യനോട് വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും ആ വീഡിയോ പുറത്തെടുത്തിട്ടുണ്ടാവുക എന്ന് പറയണം. എന്തായാലും ശരി, നമ്മളതിനെ കരി തേച്ചിട്ടുള്ള കമന്റ്സുകളാണ് അതിൽ അപ്പടി വന്നിട്ട്, എന്തായാലും നമുക്ക് ആ പയ്യൻ എവിടെ ഉണ്ടെങ്കിലും കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ എന്ന് പറയാണ്. അങ്ങനെ ശരി പറഞ്ഞിട്ട് ശരത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസുകാർ. ഈ സമയത്ത് രേവതിയുടെ വീട്ടിലെ രേവതിയും ദേവും അമ്മയൊക്കെ ആകെ തളർന്നിരിക്കാനും ശരത്തിനെ അവിടെ കാണില്ല കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഇവരിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇനി എങ്ങനെ നാട്ടുകാരെ മുഖത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ കാർ അവിടെ വരുന്നത്. സച്ചിനെ കാണുമ്പോൾ രേവതി നോക്കുമ്പോൾ സച്ചി കാറിൽ നിന്ന് ഇറങ്ങി അവർ വീട്ടിലേക്ക് വരുന്നത്. സച്ചിനെ കണ്ട ഉടനെ രേവതി പോയിട്ട് സച്ചിയേട്ടാ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം സച്ചി പറയും എന്തിനാ നീ വിഷമിക്കണേ, ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ പറയണ സച്ചി. അപ്പൊ രേവതി പറയണ സച്ചിയേട്ടാ ഈ വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, സച്ചിയേട്ടൻ എത്രയും വലിയൊരു കാര്യമാണ് മറച്ചു വെച്ചത് ഞങ്ങളുടെ അടുത്ത് നിന്ന്, ഞങ്ങളൊന്നും വേദനിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ സച്ചിയേട്ടൻ അത് ചെയ്ത്, ഈ നന്മയൊന്നും കാണാതെ സച്ചിയേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തി. അപ്പം ലക്ഷ്മി വന്നിട്ട് പറയണേ എന്നോട് ക്ഷമിക്കും മോനെ, എന്തിനാ അമ്മ എന്നോട് മാപ്പ് പറയണേ, വിവരങ്ങളൊന്നും അറിയാതെ നീ ശരത്തിന്റെ കൈ തല്ലി ഒടിച്ചതിന് ഞാൻ നിന്നെ കുറെ ചീത്ത പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു മോനെ, നിന്റെ മനസ്സിൽ ഇത്രമാത്രം നന്മയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മറ്റു ലക്ഷ്മിക്ക് അറിയാണ്. അത് കേൾക്കുമ്പോൾ ദേവ് പറയണ സച്ചിയേട്ടാ ഞങ്ങളോട് പൊറുക്കണേ, ഞാനും പറഞ്ഞു സച്ചിയേട്ടന് ആവശ്യമില്ലാത്തതൊക്കെ ഞങ്ങളോട് പൊറുക്കണേ, ഞങ്ങളുടെ വിവേകമില്ലായ്മയാണ് ഞങ്ങളോട് പൊറുക്കണേ സച്ചിയേട്ടാ, ദേഷ്യമൊന്നും തോന്നരുതെന്നൊക്കെ പറയണേ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പറയണേ, നിങ്ങളെൻ്റെ കുടുംബമല്ലേ, ശരത്തിനെ രക്ഷിക്കേണ്ടത് ഇപ്പം നമ്മുടെ കടമയല്ലേ, അവനെ ഈ സമയത്ത് നമ്മൾ ഒറ്റപ്പെടുത്തിക്കൂടാ, ശരത്തിനെ നമ്മളിപ്പോൾ ചേർത്ത് നിർത്തേണ്ട സമയമാണ്, അവനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിച്ചുകൂടാ എന്നൊക്കെ പറയണേ. ശരത്ത് എവിടെ ചോദിക്കുമ്പോൾ അവ അറിയില്ല എന്ന് പറയണേ. ഈ സമയത്ത് പോലീസുകാരൻ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയി സച്ചേട്ടാന്ന് പറയുന്ന സമയത്ത് പോലീസുകാർ വരികയാണ്. പോലീസ് വണ്ടി വന്ന് നിൽക്കുമ്പോൾ സച്ചി പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ സാർ ചോദിക്കുമ്പോൾ പറയും ഇതല്ലേ ശരത്തിൻ്റെ വീട് ചോദിക്കും. അപ്പോൾ അതേ സാർ പറയുമ്പോൾ ശരത്ത് എവിടെ, അവനെ വിളിക്കുക പറയും. അപ്പോൾ പറയും അവനിവിടെ ഇല്ല സാർ പറയാണ്. അപ്പോൾ മോഷ്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഒളിപ്പിക്കാൻ നോക്കുകയാണ് നിങ്ങൾ, എല്ലാത്തരം കള്ളത്തരം ചെയ്തു വെച്ചിട്ട് അവൻ ഇല്ല സാർ, സത്യമായിട്ട് ശരത്ത് ഇവിടെ ഇല്ല, ഞങ്ങൾ എന്തിനാ ശരത്തിനെ പറ്റിയിട്ട് നോണ പറയണ സാറിനോട്, ശരത്ത് ഇവിടെ ഇല്ല സാർ പറയുമ്പോൾ ദേ വെറുതെ നോണ പറഞ്ഞിട്ട് ഞങ്ങളെ ഇളക്കാൻ നോക്കരുത്, ഉള്ള കാര്യം സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ നല്ലത്, അവനെ അങ്ങോട്ട് വിളിക്ക്, അവൻ കാരണം ഞങ്ങൾ പോലീസുകാർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി, അവൻ ഒറ്റൊരുത്തും കാരണം, എന്തോരം കമന്റ്സ് ആ വീഡിയോയിൽ പോലീസുകാർക്കെതിരെ വന്നിക്കണേ, എന്തായാലും ഞങ്ങൾക്ക് അവനെ പിടിച്ചുകൊണ്ട് പോകാതെ യാതൊരുവിധ നിവൃത്തിയില്ല പറയാണ് പോലീസുകാരൻ. പക്ഷെ സച്ചി പറയും
സത്യമാണ് സാർ പറഞ്ഞത്. സാർ വേണമെങ്കിൽ കയറി നോക്കിക്കോളൂ പറയാം. അപ്പൊ പോലീസുകാർ അകത്ത് കയറി നോക്കുമ്പോൾ ശരത്തിനെ കാണാനില്ല. അപ്പൊ അവര് പറയണ ഇല്ല സാർ, അവൻ ഇവിടെ ഇല്ല എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണ സത്യമാണ് സാർ, അവൻ ഇവിടെ ഇല്ല, അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നോളാം അവന് സ്റ്റേഷനിലേക്ക്. സാറുമാര് ധൈര്യമായിട്ട് പൊക്ക പറയണം. എന്ത് വിശ്വസിച്ചിട്ട് നിർത്തും? നിങ്ങളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണോ എന്ന് എങ്ങനെ അറിയാ? നിങ്ങളെല്ലാരും കൂടി ഒത്തിട്ടാണ് അവൻ ഇത് നടത്തിയതെന്നുണ്ടെങ്കിലോ? എന്തായാലും അവന്റെ കഷ്ടകാലം ഞങ്ങൾക്ക് എന്തായാലും അവനെ കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി വന്നിട്ട് പറയണം, സാർ ഞാൻ അവന്റെ അമ്മയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവന് പകരം എന്നെ കൊണ്ടുപോക്കോളൂ. ഇതേ വലിയ നാടകമൊന്നും കളിക്കല്ലേ. അപ്പൊ സച്ചി പറയണേ മിണ്ടാതിരിക്കുക അമ്മ, എന്തൊക്കെയാ അമ്മയെ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ പോലീസുകാരോട് പറയണ സത്യമാണ് സാർ, അതെ സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ പൈസ എൻ്റെ അമ്മയുടെ പൈസയായിരുന്നു, എൻ്റെ അമ്മയുടെ പൈസ അവൻ മോഷ്ടിച്ചത്, അവൻ ആ പൈസ തിരിച്ചു കൊടുക്കും ചെയ്തതാണ്. അപ്പോൾ ആ അമ്മയുടെ മോൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. ഞാൻ എന്തായാലും ശരത്തിനെ കൊണ്ട് അങ്ങോട്ട് വന്നോളാം, ശരത്ത് വന്ന ഉടനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചോളാം എന്ന് പറയണം. അപ്പോൾ പോലീസുകാരൻ ചോദിക്കും നിന്നെ വിശ്വസിക്കാലോ അല്ലേ ചോദിക്കുമ്പോൾ ഉവ്വ് സാർ വിശ്വസിക്കാന്ന് പറയണം. അങ്ങനെ പോലീസുകാർ തിരിച്ചു പോകണം. അപ്പൊ ലക്ഷ്മി അകത്തേക്ക് കയറിയിട്ട് ലക്ഷ്മിയുടെ ഭർത്താവിന്റെ ഫോട്ടോയുടെ അവിടെ നിന്നിട്ട് പറയണം, ചേട്ടാ നമ്മൾ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്? എന്തായാലും ശരത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇനി എന്നെ ജീവനോടെ കാണില്ലേ പറയുമ്പോൾ സച്ചി പറയും, എന്താ അമ്മ ഇങ്ങനത്തെ വർത്താനം പറയണത്? ഇപ്പൊ നമ്മൾ അവനെ സംരക്ഷിക്കല്ലേ വേണ്ട എന്നൊക്കെ ചോദിക്കാണ്. ഈ സമയത്ത് ദേവുവിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. ദേവുവിന്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ദേവു ഫോൺ എടുത്തിട്ട് ഹലോ ആ പവിയേട്ടാ പറയും. ശരത്തോ എവിടെ ചോദിക്കുമ്പോൾ അയ്യോ അതെന്താ അവൻ അവിടെ? അയ്യോ ശരി പവിയേട്ടാ ഞങ്ങൾ വേഗം വരാം എന്ന് പറയണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുക എന്താ ദേവു ചോദിക്കുമ്പോൾ പറയും, സച്ചിയേട്ടാ ശരത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കാന്ന് അവിടുത്തെ പവിയേട്ടൻ പറഞ്ഞു സച്ചിയേട്ടാ, അവൻ എന്തോ ഉദ്ദേശിച്ചിട്ടുള്ള നിപ്പാന്ന് പറയുമ്പോൾ ഈശ്വര എൻ്റെ ദൈവമേ എൻ്റെ കുട്ടി പറഞ്ഞിട്ട് ലക്ഷ്മി കരയണ, രേവതി ഈശ്വര ഇവൻ എന്ത് അബദ്ധം കാണിക്കണ വെച്ചിട്ട് രേവതിയും ദേവും എല്ലാവരും കൂടി കരയണം. അപ്പൊ സച്ചി പറയാണ് ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല, വേഗം വാ നമുക്ക് അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും ദേവും അമ്മയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഓടുകയാണ്. നോക്കുമ്പോൾ അപ്പുറത്ത് പണി കഴിയാത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങില് ഇവര് പരിചയത്തിലുള്ള പവി പറഞ്ഞിട്ടുള്ള ചേട്ടൻ പവിയായിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദേ ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. അവൻ അതിന്റെ മോളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അവന്റെ വീഡിയോ കണ്ടതിന്റെ വീഡിയോ വൈറലായി എന്റെ വിഷമത്തിലാന്ന് തോന്നുന്നു. അവൻ എന്തോ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് സച്ചി, അവനെ രക്ഷിക്കണം എന്ന് പറയാണ്. അങ്ങനെ സച്ചി ഇവരൊക്കെ പോയി സ്റ്റെപ്പ് ഓടിക്കയറി എല്ലായിടത്തും വിളിക്കുമ്പോൾ ശരത്തിനെ കാണില്ലേ. ലാസ്റ്റ് എല്ലാവരും കരയണ സമയത്ത് സച്ചി പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഒരറ്റത്ത് താഴത്തേക്ക് ചാടാനുള്ള തയ്യാറെടുപ്പിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ശരത്ത് ആത്മഹത്യ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ നിൽക്കുന്നത്. അവൻ മാനസികമായി ആകെ തളർന്നിരിക്കുകയാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് ചാടാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സച്ചി അത് കാണുമ്പോൾ പറയും, മോനെ ശരത്തെ നീ അവിവേകമൊന്നും കാണിക്കരുത്, നീ ഇങ്ങോട്ട് വാ. അപ്പോൾ ലക്ഷ്മി പറയും, മോനെ ഇങ്ങോട്ട് വാ, അമ്മ പറഞ്ഞില്ലേ ഞാൻ കാരണം അമ്മയെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ ഞാൻ കാരണം മരിച്ചതാ, ഇനി അമ്മയും കൂടി മരിച്ച പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? മോനെ അമ്മയുടെ അവിവേകം കൊണ്ട് പറഞ്ഞതാ, മോനെ ഇങ്ങോട്ട് വാ മോനെ, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. പറയുമ്പോൾ രേവതി പറയും, മോനെ നീ എന്താ ഞങ്ങളെ പറ്റി ഓർക്കാത്ത? അവിവേകം ഒന്നും കാണിക്കല്ലടാ മോനെ, നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കണേ അങ്ങനെ പറയണം. അപ്പൊ സച്ചി പറയണം, ശരത്തെ നീ ഇപ്പൊ ചെയ്യണത് അവിവേകമാണ് കേട്ടോ, നീ ഇങ്ങനെ ചെയ്യരുത്. നിന്റെ എല്ലാ പ്രശ്നത്തിനും ഞാനുണ്ടാ, നിന്റെ ഏട്ടനായ സച്ചേട്ടനുണ്ടാ കൂടെ, നമുക്കെല്ലാം ശരിയാക്കാടാ. ഇല്ല സച്ചേട്ടൻ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാതെ സച്ചേട്ടൻ നിന്നെ ഒളിപ്പിക്കാടാ, നീ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സച്ചി അവനെ സമാധാനിപ്പിച്ചു. പക്ഷെ അതൊന്നും ഏൽക്കണില്ല. എല്ലാവരും ആവും വട്ടം വിളിക്കേണ്ടത്, ദേവ് വിളിക്കേണ്ട, മോനെ ശരത്തെ വാടാ, ഇനി ഞങ്ങൾ ഒന്നും പറയില്ല, അവിവേകം ഒന്നും കാണിക്കലടാ, നിനക്ക് എന്തെങ്കിലും പറ്റി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ എന്നൊക്കെ പറഞ്ഞ് ആളെ വീതം മാറി വിളിക്കുന്നുണ്ട്. പക്ഷെ ശരത്ത് കരയന്നെയാണ്. അവൻ എന്നിട്ട് ഒരു കാലെടുത്ത് വെക്കുകയാണ് താഴത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്. കാലെടുത്ത് വെച്ചിട്ട് ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ചാടണ സമയത്ത് പെട്ടെന്ന് സച്ചി വട്ടം പിടിച്ച് അവനെ ബാക്കിലേക്ക് വലിക്കുകയാണ്. ബാക്കിലേക്ക് വലിച്ചിട്ട് ചോദിക്കും, എന്താ വിവേക ശരത്തെ നീ കാണിക്കുന്നത്? നീ ഇപ്പൊ നിന്റെ ജീവൻ അവസാനിപ്പിച്ച എല്ലാത്തിനും സൊല്യൂഷനാവോ? ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല വേണ്ടത്, അതിനെ ധീരമായി നേരിടുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവനെ ശകാരിക്കുകയാണ്. അപ്പൊ അവൻ പറയും, ഇനി ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്തോക്കും സച്ചേട്ടാ, പോലീസ് എന്നെ പിടിച്ചുകൊണ്ടില്ല, എനിക്ക് പേടിയാവണം സച്ചേട്ടാ, എനിക്കിനി ജീവിക്കേണ്ട സച്ചേട്ടാ, എനിക്ക് പേടിയാവണം, ഞാൻ എങ്ങനെ ജീവിക്കാൻ, എൻ്റെ ഭാവി എന്താവും എന്നൊക്കെ ചോദിക്കണം. അപ്പൊ സച്ചി പറയും, ഇതൊരു ചെറിയ പ്രശ്നമാണ് ശരത്തെ, നീ പേടിക്കുന്ന പോലെ ഒന്നുമല്ല, ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിന്നെ പോലീസുകാർ കാണാത്തൊരു സ്ഥലത്ത് ഈ ഏട്ടനെ ഒളിപ്പിക്കാടാ, നിന്നെ ഒരു പോലീസുകാർക്ക് ഈ ഏട്ടൻ വിട്ടുകൊടുക്കില്ല, നീ നമുക്ക് അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാടാ ശരത്തെ, നിന്നെ ഈ ഏട്ടൻ ഒളിപ്പിക്കാടാന്നൊക്കെ പറയാൻ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, ശരത്തിനെ കേസൊന്നും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സച്ചിയുടെ അമ്മ എനിക്കൊരു കംപ്ലൈന്റും ഇല്ലാന്ന് എഴുതി കൊടുത്താൽ മാത്രമേ ശരത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസുകാരെ സച്ചിയോട് കേട്ടോ. അങ്ങനെ ശരത്തിന് ആ വലിയൊരു ആത്മഹത്യയിൽ നിന്ന് ആ ഒരു കുടുംബത്തിന് വലിയൊരു തകർച്ചയുടെ വക്കുന്ന കര പിടിച്ചുയർത്തുന്ന ഒരു ദൈവദൂതനെ പോലെയാണ് ഇന്ന് സച്ചി വരുന്നത്. സച്ചിയുടെ മനസ്സിലെ നന്മ, സച്ചിയുടെ മനസ്സിലെ കരുതൽ, സച്ചിക്ക് രേവതിയോടുള്ള സ്നേഹം, രേവതിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്താനുള്ള അവൻ്റെ ആത്മാർത്ഥത, ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞു പിന്നെ
സച്ചി ശരത്തിനെ ഒളിപ്പിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണല്ലോ. എന്നിട്ട് സച്ചി രേവതിയോട് പറയണ, രേവതി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ശരത്തിനെയും കാറിൽ കയറ്റിയിട്ട് അവർ പോവാണ്. ശരത്തിനെയും കാറിൽ കയറ്റി പോണ സമയത്ത് ഒരു സ്ഥലത്ത് സച്ചി വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് രേവതിയോട് പറയണ പുറത്തിറങ്ങി. രേവതി പറയുമ്പോൾ രേവതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുക, എന്താ സച്ചിയേട്ടാ അവിടെ വണ്ടി നിർത്തിയെന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു കാര്യമുണ്ട് പറഞ്ഞിട്ട് സച്ചി രേവതിനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് സച്ചി ഇറങ്ങണം എന്നിട്ട് പറയും, ശരത്തെ ഇറങ്ങടാ പറയുമ്പോൾ രേവതി ചോദിക്കും, സച്ചിയേട്ടാ എന്തിനു ശരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണെന്ന് ആശ്ചര്യത്തോടു കൂടി രേവതി ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അതൊക്കെ കാര്യമുണ്ട് രേവതി, അതൊക്കെ ഞാനൊരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ സച്ചി ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ഒരു മകനെ ആത്മഹത്യയുടെ വക്കിന് രക്ഷപ്പെടുത്തിയിട്ട് അവനെ സംരക്ഷിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് എന്ന് വെച്ചാൽ ഇമോഷണൽ എപ്പിസോഡ് എന്ന് വെച്ചാൽ സച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമുക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനം തോന്നുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഇന്ന് എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിന്ന് കഥ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം എൻ്റെ മാമ സീരിയസ് ആയിട്ട് കിടക്കായിരുന്നു. അപ്പോൾ മാമയുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ക്ഷമിക്കല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും താങ്ക് യു.